പതിവ് പോലെ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഗൗരി. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നല്ല ഇടിയും ഉണ്ടായിരുന്നു. സ്കൂട്ടർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അവൾ സ്കൂട്ടർ സൈഡാക്കി മുന്നിൽ കണ്ടൊരു കഫ്റ്റീരിയയിലേക്ക് ഓടിക്കയറി. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ അവിടെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ സീറ്റിൽ അവർ ഇരിപ്പിടം ഉറപ്പിച്ചു. തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ആൾ ആരാണെന്ന് പോലും നോക്കാതെ അവളെ കണ്ടൊരു സീറ്റിലായിരുന്നു അവൾ ഇരുന്നത്. ലാപ്ടോപ്പിൻ്റെയും കീബോർഡുകളുടെയും നെറ്റിനിരങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ തല പൊക്കി നോക്കിയത്. ഒരു നിമിഷം തൻ്റെ മുൻപിൽ ഇരിക്കുന്നവനെ കണ്ട് അവൾ ആകെ വിറഞ്ഞു നിന്നുപോയി. അവന് നോക്കി തൻ്റെ മുൻപിൽ ഇരിക്കുന്നവളെ. ഒരു നിമിഷം അവൻ തൻ്റേത് മാത്രമായിരുന്ന ആ പ്രിയപ്പെട്ട കണ്ണുകളിലേക്ക് അവൻ നോക്കി. ആ കണ്ണുകളിൽ പഴയ കുസൃതിയോ കുഞ്ഞു മുഖത്ത് ആ പഴയ പ്രസന്നതയോ ഒന്നും അവൻ കണ്ടിരുന്നില്ല. എന്തോ ഒരു പ്രശ്നം അവളെ അലട്ടുന്നത് പോലെ അവൻക്ക് തോന്നിയിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ചാടി എഴുന്നേറ്റതും അവനും അവൾക്കൊപ്പം എഴുന്നേറ്റ് പോയി. ആ സമയം അവൻ്റെ കണ്ണിൽ ആ പഴയ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നു. എങ്കിലും കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ഒറ്റ നിമിഷം കൊണ്ട് അവൻ ഞെട്ടിപ്പോയി. പലതും നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടമാകുമ്പോഴാണ് അതിൻ്റെ വില അറിയൂ എന്ന് അവൻ ആ ഒരു നിമിഷത്തിൽ തന്നെ ഓർത്തുപോയി. വർഷങ്ങൾക്ക് ശേഷം ആ പേര് വീണ്ടും അവനിൽ നിന്നും വീണ്ടും കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത്രയും സ്നേഹത്തോടെ തന്നെ ഇങ്ങനെ വിളിച്ചിരുന്നത് അവൻ മാത്രമായിരുന്നു. അവനിൽ നിന്നും ആ സ്നേഹം കേൾക്കാൻ താനും ഒരുപാട് കൊതിച്ചിരുന്നു എന്ന് പലതും ആഗ്രഹിച്ചെങ്കിലും അതൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല എന്ന സത്യം അവൾ മനസ്സിലാക്കിയ നിമിഷമായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്താടോ ഒന്നും മിണ്ടാത്തത്? അവളുടെ ആ ഇരിപ്പ് കണ്ടതും അവൻ്റെ സ്വരം ഉയർന്നു. അതിന് മറുപടിയായി അവൾ ഒരു പുഞ്ചിരി മാത്രം ആയിരുന്നു അവന് നൽകിയിരുന്നത്. നിങ്ങൾ ചോദിച്ചത് ഗൗരിയോടാണെങ്കിൽ ഗൗരിക്ക് സുഖമാണ്. എന്നാൽ എന്നിലെ ജാനിയോടാണെങ്കിൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരവും ഇല്ലായിരുന്നു. ജാനി മരിച്ചിട്ട് ഇന്നേക്ക് 3 വർഷവുമായി. ഒരു നിമിഷം അവളുടെ ആ വാക്കുകളിൽ അവനും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ തൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ കണ്ണുനീർ ഒഴുകുകയായിരുന്നു. നിന്നെ പ്രണയിച്ച് നിന്നെ വിശ്വസിച്ച് ആ പഴയ ജാനി ഇന്നില്ല. അവൾ എന്നോ മരണപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിന്റെ മുൻപിൽ ഇരിക്കുന്നത് ജാനിയല്ല, വെറും ഗൗരിയാണ്. എവിടേക്കോ തോറ്റുപോയി എന്തൊക്കെയോ നഷ്ടമായ ഗൗരി. ആരും കൊതിച്ചിരുന്ന ഒരു പ്രണയകാലമായിരുന്നു തങ്ങളുടേത്. അവളുടെ കുറുമ്പ് കുസൃതികളും കുഞ്ഞുങ്ങളും പോലെ ഉള്ള നിഷ്കളങ്കമായ തന്നെ ആയിരുന്നു അവനിലേക്കും അവനെ അടുപ്പിച്ചത്. ആ സ്നേഹം സൗഹൃദമായി മാറാനും ആ സൗഹൃദം പിന്നീട് പ്രണയമായി മാറാനും അധികം സമയം എടുത്തിരുന്നില്ല.